വെൽക്കം ബാക്ക് ടു അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ട് 2 ആണ്. പാർട്ട് 2 ചോദിച്ചവർക്കുള്ള ഒരു തക്കതായ മറുപടിയാണ് എന്നൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ പാർട്ട് 2 ചെയ്യാണ് ആക്ച്വലി. അപ്പം കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, മൈക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഏതായാലും അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് ന്യൂ ഇയറിന് മുന്നേ ഇടണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ ചെറിയ തിരക്കായി പോയി. ഏതായാലും നമ്മളിപ്പം കോഴിക്കോടാണുള്ളത്, ഗൂഗിൾ മാളിലാണ്. അത്യാവശ്യം നല്ല റഷുള്ള സമയമായിരുന്നു. നമ്മൾ ആ ഒരു ഡേയിൽ കണ്ടിന്യൂറ്റി ആണല്ലോ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പം സിനി പോളീസും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി മാളാണ് ഗൂഗിൾ മാൾ. അത്യാവശ്യം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ 3 മാളിൽ അന്ന് രാത്രി പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ മാൾസ് ആൻഡ് പള്ളികളാണ് ഞാൻ ആശ്രയിക്കാറ്. പള്ളികളിൽ ഞാൻ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല, എന്താണല്ലോ ഒരു ഓട്ടപ്പാച്ചിന് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഫുഡ് അടിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മെഗ്ഡി പോയി. പക്ഷെ മെഗ്ഡിയിൽ ഒരുപാട് വീഡിയോ വിഷ്വൽസൊക്കെ പോയി, ബർഗറും മാറ്റി കഴിച്ചതിനൊക്കെ. ഏതായാലും എനിക്ക് ഫ്രീ ആയിട്ടൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണെങ്കിലോ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും ഐസ്ക്രീമിന് മിഷൻ കേടുന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിന് ഭയങ്കര സങ്കടം. ഞാൻ ഐസ്ക്രീമൊക്കെ കിട്ടുമല്ലോ വെച്ച് കുറേ നേരം അങ്ങോട്ട് കൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു മുടി കെട്ടിച്ചൊന്നും നോക്കണ്ട, ഒരു കോമഡിയാണെന്നല്ല. എന്നാലും നിങ്ങൾക്ക് കൊതിപ്പിക്കുന്ന സീനുകളൊന്നും ഈ വ്ളോഗിലും ഇല്ല എന്നുള്ള പരാതി ഉണ്ടാവണ്ട, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതങ്ങനെ കഴിച്ച് വർഷരകനായി. പിന്നെ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാനാഞ്ചിറയാണ്. ഇപ്പം കിട്ടലിനായിട്ടുണ്ട്. അന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഒരുപാട് വിഷ്വൽസ് മിസ്സായിപ്പോയി ആ ഡേയിലൊക്കെ. പിന്നെ ഏതായാലും ഡേ 2 എൻഡ് ആവാനാവുകയാണ്. അപ്പം ഡേ 3 ഒരു യാത്രയാണ്. അപ്പം നമ്മളെ സ്ഥലം മനസ്സിലായാലും നിങ്ങൾക്ക് മിഠായിത്തെരുവ് തന്നെയാണ്, നമ്മുടെ കോഴിക്കോട് സ്വന്തം SM സ്ട്രീറ്റ്. അപ്പം ഇതിൽ വന്നവരുണ്ടാവും, വരാത്തവരുണ്ടാവും. ഇതിൽ നിങ്ങൾ കൈയാണെങ്കിൽ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുക. പിന്നെ ഭയങ്കര ഓട്ടപ്പാച്ചിൽ, ഭയങ്കര റഷൊക്കെ ആയി. പക്ഷെ എന്നാലും ഞാൻ മിഠായിത്തെരുവ് വരുമ്പോൾ മിഠായിത്തെരുവ് കാണിക്കണ്ടേ. കാരണം നാളെ പോകുന്ന സിറ്റിയിലും അവിടുത്തെ ഒരു മാർക്കറ്റ് കാണിക്കുന്നുണ്ട് ആണല്ലേ. ഭയങ്കര ചീപ്പർ റേറ്റിലാണ്, ഭയങ്കര ക്വാളിറ്റി എന്നല്ലെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. ഒരുപാട് കാണാൻ, അല്ലെങ്കിൽ ഒരു 10 വട്ടം 5 വട്ടമൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലൊക്കെ. ആക്ച്വലി ഞാനൊരു തൊപ്പി മേടിച്ചു, ഒരു ആഗ്രഹിച്ചിട്ടൊരു തൊപ്പി മേടിച്ചിരുന്നേ. ഞാൻ എപ്പോൾ കാണിച്ചില്ല അതിൻ്റെ സംഭവം, ഈ തൊപ്പി. പക്ഷേ ഇത് എറണാകുളത്ത് നിന്ന് കട്ടുകൊണ്ടുപോയി. അയ്യോ, എറണാകുളം പറഞ്ഞില്ലായിരുന്നു. ഏതായാലും അടുത്ത എറണാകുളം നമ്മൾ എത്തുന്നത്. അപ്പോഴാണ് നമ്മൾ അന്ന് പുഷ്പരാജിനെ കാണാനില്ല, അല്ലെങ്കിൽ അല്ലുബായിനെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ അല്ലുബായി തിയേറ്ററിലുണ്ടാവുമോ, അപ്സര തിയേറ്ററാണ്, അപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാവാൻ നോക്കുമ്പോൾ നോക്കി ഇപ്പം അല്ലു അറസ്റ്റ് ചെയ്തില്ലേ, അന്ന സമയമായിട്ടോ. അതാണ് കണ്ടില്ലേ, ആളവിടെ ഉണ്ട്. ആള് താഴത്തിലിടാറും ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഡേ 2 എൻഡ് ആവുമായിരുന്നു. കോഴിക്കോട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റത്തേൽ അത്യാവശ്യം മോശമായി എന്ന് കേട്ടു, വ്ളോഗ് കാര്യങ്ങളൊക്കെ. എന്നാലും ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളേതായാലും ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും പവറായിട്ട് തന്നെ വരുന്നുണ്ട്. പവർ ആവുന്നില്ല, എൻ്റെ ആവുന്നില്ല, നമ്മൾ ഇതാണ്ടോ. പക്ഷെ ദൈവം സഹായിച്ച് വീണ്ടും പണി തന്നു. മുട്ടം തിരക്കിലൊരു ട്രെയിനിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ആക്ച്വലി. അപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ വെളുപ്പിന് 4 മണിക്ക് തന്നെ എറണാകുളം ടൗണിലാണ് എത്തിയത്, സൗത്തിലല്ല. അൺഫോർച്ചുനേറ്റ്ലി വെളുപ്പിന് 4 മണിക്ക് എത്തേണ്ടി വന്നു. ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പം ഉറക്കമില്ലാത്ത വ്ളോഗാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുക എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടപ്പോൾ തന്നെ ഞാൻ ഒരു റണ്ണ് നടത്തി നോക്കുകയാണ്, ഇതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇന്നലെ എന്തായിരുന്നു പരിപാടി എന്നുള്ളത്. അപ്പം ഗൂഗിളിൻ്റെ ഒരു ഇവൻ്റ് ആയിരുന്നു. ഗൂഗിൾ ഡെവലപ്പർ കോഴിക്കോടിൻ്റെ ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇന്നൊരു ഇവൻ്റ് ഉണ്ട് ആക്ച്വലി. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഏതായാലും ഞാൻ തന്നെ ആ സമയത്തും, ഇതിപ്പോൾ ഫ്യൂച്ചറിൽ ഞാനല്ലേ. സമയം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, വെളുപ്പിന് 4:30 ആയിട്ടുണ്ട്. നമ്മൾ ലിസി ഹോസ്പിറ്റലാണ് ബാക്ക് വരുന്നത്. അത്യാവശ്യം ഫേമസ് ആണ് എറണാകുളത്തെ. ആക്ച്വലി വെറുതെ തന്നെ ഇതിന് നടക്കുകയാണ്. മെട്രോ കാര്യങ്ങളൊന്നും രാവിലെ ഇല്ല. ആക്ച്വലി നമുക്കൊരു ഗെയിമിന് പോകാനുണ്ടായിരുന്നു രാവിലെ 7:30. ഗെയിമെന്ന് ചോദിച്ചാൽ അതെ, നമ്മളൊരു കസിൻ ഒരു ഗെയിം വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ, കാണാം. നമ്മളേതായാലും ഇപ്പം അതുവഴി ത്രൂ പോവുകയാണ്. ഒന്ന് പള്ളി കയറി നിസ്കരിച്ചിട്ട് പോകാൻ വിചാരിച്ചു. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പറഞ്ഞല്ലോ. നിസ്കാരമാണെങ്കിലും ഫുഡാണെങ്കിലും പലതാണെങ്കിലും ഒരു പല സമയത്തേ ഉള്ളൂ. കാരണം അത് ഡിപ്പെൻസ് ഓരോരുത്തരുതാണല്ലോ. പിന്നെ അത് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ്. പിന്നെ അറിയാലോ, വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്, പലപ്പോഴും കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വെച്ച് ഉദ്ദേശിക്കുന്നു. ഏതായാലും ഡേ 3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതൽ എറണാകുളം ബേസ്ഡ് ആണ്. ലാസ്റ്റ് ആലപ്പുഴ എത്തുമായിരിക്കും. കാരണം ഇതിന് പോയിട്ട് തന്നെ എത്തണമല്ലോ. അപ്പം താഴെ നമ്മളേതായാലും എറണാകുളത്ത് എത്തി. രാവിലെ തന്നെ പള്ളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് എത്തിയത്. ഏതായാലും കൊണയടിക്കാൻ നോക്കണ്ട. നമ്മളേതായാലും ഇന്ന് മഹാരാജാസ് രാവിലെ 7 മണിക്ക് തന്നെ, അല്ലെങ്കിൽ 7:30 മഹാരാജാസ് നമ്മൾ ഗെയിം ഉണ്ടായിരുന്നു. നമ്മുടെ കസിൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജൂനിയർ ടീം കളിക്കുന്നുണ്ട്, ജൂനിയർ റിസർവ് കളിക്കുന്നുണ്ട്. അപ്പം അവരും മുത്തൂട്ടായിട്ടുള്ള റിലയൻസിൻ്റെ ഒരു ഗെയിം ഉണ്ട് ആണല്ലേ. നമ്മുടെ മഹാരാജ സ്റ്റേഡിയം ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റേഡിയം ആണ് ഫുട്ബോളിന് വെച്ച് നോക്കുമ്പോൾ.
അപ്പം രാവിലെ തന്നെ അവിടെ എത്തി വെളുപ്പില് ഉറങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ ഉറക്കബോധത്തിൽ ഉറക്കപ്പിച്ചിലൊക്കെയാണ് എടുക്കുന്നത്. മുട്ടത്തലം കോച്ചിട്ടുണ്ടല്ലേ, കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കോച്ചൊക്കെ പുള്ളിയെ നേരിട്ട് കണ്ടിരുന്നു ആക്ച്വലി. അപ്പം ഇതില് ആ ഒരു ടർക്കി പിടിച്ചിരിക്കുന്ന കണ്ടോ 38, അതാണ് നമ്മുടെ കസിൻ. അപ്പം അവൻ അൺഫോർച്ചുനേറ്റ്ലി അന്നേ മാച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ വന്നുകൊണ്ടില്ലതാണോ അറിയത്തില്ല. അതുപോലെ മാച്ചും ലൂസായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവനെ കാണാൻ പറ്റിയ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ അടുത്ത മാളിലോട്ട് പോയി. നമ്മുടെ എറണാകുളത്തെ അങ്ങനത്തെ ഒരു പേരുണ്ടല്ലോ, അതിനൊന്നും മാളിന്റെ പേര് നടത്തില്ല, അതെല്ലാം അവിടെ ചുറ്റിപ്പറ്റിയില്ലതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കോസ്റ്റ കോഫിയിലോട്ട് എത്തി. നമുക്ക് കുറച്ച് കുത്തിപ്പിക്കുന്ന വീഡിയോകളും ഒന്നുമില്ലെങ്കിലും കോസ്റ്റ കോഫിയിലോട്ട് എത്തി. ഒരു കോഫി രാവിലെ തന്നെ കുടിച്ചാലോ എന്നൊരാഗ്രഹം തോന്നി. അപ്പം ഒരു ഫ്രാപ്പെ തന്നെ ഓർഡർ ചെയ്തു, ഒരു ഹാസൽനട്ട് ഫ്രാപ്പെ. ഇതിൻ്റെ വില വരുന്നത് ബില്ലിങ് കാര്യമൊന്നുമില്ല. ഏതായാലും ഞാൻ കുറിച്ച് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഒരു 2 ഉണ്ടോ? ആ ഉള്ള അല്ലേ. അപ്പം ഏതായാലും സംഭവം വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ഈ ഒറ്റ ഷോർട്സിന് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു റെഗുലർ സാധനത്തിന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മാത്തേ ബസാറിലോട്ട് എത്തി. നല്ല ആ ക്രിസ്മസിന് തൊട്ട് പിന്നെ സമയത്ത് തിരക്കത്ര ആയില്ല, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് പല ഫ്രണ്ട്സും പറഞ്ഞു രാവിലെ പോകണോ, വെളിച്ചം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. ഫസ്റ്റ് സംഭവം കിട്ടലായിരുന്നു, നല്ല ലൈറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ എന്നൊറ്റൊക്കെ കാണാനുണ്ടാവുള്ളൂ. പക്ഷെ പലരും വന്ന് പോകുന്നുണ്ട്, കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും വന്ന് പോരുന്നുണ്ട്. അവരാരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഒരു ജേണി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പലവരും സഹായങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ചിലത് ഞാൻ കാണിക്കുന്നില്ല. ഉണ്ടോ, ഫുൾ ലൈറ്റ്, ഏത് വൈബ്, അമ്പാനി വൈബനായിട്ടാണ് നടന്നത്. മൊത്തം അടിപൊളിയായിരുന്നു. ആ ഒരു ക്രിസ്മസിൻ്റെ റഷ് ആയിട്ടില്ല, എന്നാലും ഒരു അങ്ങനത്തെ ഒരു ഇതായി. നമുക്ക് ഏതായാലും ഈവൻറ്റിന് ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് എറണാകുളം കറങ്ങിയടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് വന്നത്. ഉണ്ടോ, ഒരു ഓട്ടപ്പച്ചക്ക്. ഇത് നിങ്ങൾ സംഭവം മനസ്സിലായി അറിയത്തില്ല കേട്ടോ. നമ്മളൊരു പുതിയൊരു മാൾ അല്ല, ഒരു മാർക്കറ്റാണ്. കുറച്ചുകൂടി സെൻട്രലൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എറണാകുളത്ത് ഇച്ചിരി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ പണ്ട് സൗദി സമയത്ത് കണ്ടിരുന്നുണ്ടോ, എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ്. ബട്ട് ഇത് കിടലം പരിപാടിയാണ്. ഇതെല്ലാം ഒറ്റ കിടക്കയിലും മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് പോവാം. പിന്നെ കപ്പിൾസിന് സ്വന്തം മറൈൻ ഡ്രൈവ്. ഇവിടെ ഞാൻ ഒറ്റക്കാണ് പോയത്, പേടിക്കണ്ട നിങ്ങളാരും. അയ്യോ, പക്ഷേ ജസ്റ്റ് ലൈക്ക് ആണോ 2 തംസപ്പൊക്കെ ഇട്ട് കുറച്ച് എന്തെങ്കിലും വെള്ളം കുലിക്കുകയോ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ച് പോയതാണ്. എല്ലാം ഞാൻ എടുത്തിട്ടില്ല, നിങ്ങളങ്ങനെ കുതിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടില്ല. എന്തായാലും അത്യാവശ്യം കഴിയുന്നൊക്കെ. പിന്നെ അപ്പത്തിന് മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങി ഇവന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ MG റോഡ് വഴി മെട്രോ എടുത്ത് നേരെ കുസാറ്റിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു, നമ്മൾ HMTയിലായിരുന്നു നമ്മൾ ഇവന്റ് നടക്കുന്നത്. അപ്പം മെട്രോയിലോട്ട് ഇങ്ങനെ മന്ദമായിട്ട് കയറിപ്പോയി. ആക്ച്വലി ഇവന്റ് ടിങ്കർ ഹബ്, അതിലൊരു ക്ലബ് ഓർ കമ്മ്യൂണിറ്റി ദാറ്റ് എന്ന് പറയാം. ആക്ച്വലി ഞാനൊരു മെമ്പർ അല്ല, ബട്ട് എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് എനിക്ക് ആ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം ഷൗട്ട് ഔട്ട് ടു ഹെർ. അതായത് മെയിനായിട്ട് ഇന്നത്തെ ഡേയിൽ നടക്കേണ്ട ഒരു കാര്യം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആയാലും വിഷ്വൽസ് അതിന് മാത്രം എടുത്തില്ല. ബട്ട് നമ്മൾ കുസാറ്റിലോട്ട് എത്തി. കുസാറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, കൊച്ചി യൂണിവേഴ്സിറ്റി. അപ്പം അത്യാവശ്യം ബിടെക് ആണെങ്കിലും ബാച്ചിലാണെങ്കിലും അടിപൊളി ആയിരുന്നു, കുഴപ്പമില്ല. അതുപോലെ കുസാറ്റിൻ്റെ തെരുവോരങ്ങളിലൂടെ ലൂസറിൻ്റെ നടത്തുകൾ ഇതൊക്കെ പറയേണ്ടി വരും. അല്ല, ചുമ്മാ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും കുസാറ്റിലെ ക്യാൻറ്റീനിൽ അത്യാവശ്യം നല്ല ഫുഡാണെന്നും അത്യാവശ്യം ബഡ്ജറ്റാണെന്നും കിട്ടി. കാരണം കൊണ്ടൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെയും കുറച്ച് ഡയലോഗൊക്കെ അടിച്ച് ചുമ്മാ ഒരു ഇതില്ല, എല്ലാ ഒരേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്നാലും കണ്ടോ, ഒരു നൂഡിൽസ് മേടിച്ചു, ചിക്കൻ ഷെസ്വാൻ അല്ല, സാധാ നൂഡിൽസ് മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ പിന്നെ ടിങ്കർ സ്പേസിൻ്റെ ഇവൻറ്റിലോട്ട് പോയി. അയ്യോ, അങ്ങനെ നോക്കണ്ട, ഇതാണ് ഉണ്ടായിരുന്നത്. ബട്ട് തിങ് ഈസ്, എനിക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. കിട്ടുന്ന ഇവൻറ്റ്സ് ആയിരുന്നു. ഒരു റെസിനാട്ടും ഒരു പേപ്പറിൻ്റെ അതും. റെസിനാട്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഈ റെസിൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് 2 മിക്സ്ചറാണ്. അത് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ലോക്കറ്റും അല്ലെങ്കിൽ നമ്മൾ പ്രിസർവ് ചെയ്യുക, നമ്മൾ ക്ലോക്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. പക്ഷേ ഈ ക്ലബ് ബേസിക്കലി ദാറ്റ്സ് നോട്ട് ഫോർ സ്റ്റാൻഡിങ് ഫോർ ദാറ്റ് ഓൺലി. ദാറ്റ് തിങ് ഈസ് ദാറ്റ് ഇങ്ങനെ പെല്ലറ്റ്സ് ഉണ്ടാക്കുക, അതുണ്ടാക്കുക, മിക്സ് ചെയ്യുക. ഭയങ്കര കടുത്ത ആംഗിളൊക്കെ ആയിരുന്നു. കാരണം ഈവൻറ്റ്സ് നടക്കുന്ന ഇടയിൽ ഞാൻ അങ്ങനെ വിഷ്വൽസ് എടുക്കാറില്ല, വിഷ്വൽസ് ഞാൻ സംസാരിക്കാറില്ല, കാരണം ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ്. ഇതായിരുന്നു ഇവൻ്റെ സ്പേസ് ഉണ്ടായിരുന്നു, ടിങ്കർ സ്പേസിൻ്റെ. അവരുടെ സ്പേസിൻ്റെ ഒരു ഫെസ്റ്റിവൽ പോലത്തെ ഒരു ഇവൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ പിന്നെ ജിമ്മന്മാരുണ്ടോ, ഇവരൊക്കെ കഷ്ടപ്പെട്ട് പാവം ബോഡിയൊക്കെ സെറ്റ് ചെയ്തില്ല. അപ്പം അങ്ങനെ കാണിക്കാൻ ചെയ്താലും ഇത് വരുന്നത് വൈറ്റിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വൈറ്റിലോട്ട് എത്തി. വൈറ്റിൽ മിസ്റ്റർ കേരള ഇതൊരു പരിപാടി ആയിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി അങ്ങനെ വേറെ സംഭവം കൂടി ഉണ്ടായി. ഇവിടുന്ന് ഞാനൊരു ബോട്ടിൽ മേടിച്ചു, അതും ആ തൊപ്പിയും കൂടി പോയി. അങ്ങനെ ഏതായാലും അങ്ങനെ എൻഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ പാർട്ട് 3. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ആക്ച്വലി